ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. കലാഭവൻ ഷാജോൺ നായകനായി സനൂപ് സത്യൻ സംവിധാനം ചെയ്ത CI രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മനോരമ മാക്സിലൂടെ OTT സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇത് അധികം ആരും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരുപാട് സിനിമാ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയായിട്ടോ അല്ലെങ്കിൽ ആരും കാര്യമായിട്ടുള്ള റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടില്ല. മേ ബി തിയേറ്ററിൽ വന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കണ്ട് റിവ്യൂസ് ഇട്ടിട്ടുണ്ടാകാം. പക്ഷേ അധികം ചർച്ചയായിട്ട് ഈ സിനിമയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും പറയുന്നത് പേഴ്സണലി ഞാൻ കേട്ടിട്ടില്ല. ബട്ട് സിനിമ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു ഫിലിമാണ് CI രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്നത്. ഫിലിം അനൗൺസ് ചെയ്ത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നതിന് ശേഷം മുതൽ എനിക്ക് പേഴ്സണലി കാണണമെന്ന് ഒരു ഇൻട്രസ്റ്റ് തോന്നിയ ഒരു ഫിലിമാണ്. പ്രത്യേകിച്ചും ഈ വലിയ താരങ്ങളില്ലാതെ വരുന്ന കുഞ്ഞു ത്രില്ലർ സിനിമകൾ വളരെ മികച്ച രീതിയിൽ ആൾക്കാർ എടുക്കാറുണ്ട്, വളരെ നല്ല രീതിയിൽ കൺസീവ് ചെയ്യാറുണ്ട്. ഉദാഹരണം ജോസഫ് അതിനൊരു ഉദാഹരണമാണ്, അതുപോലെ ഗുമസ്തൻ അതിനൊരു ഉദാഹരണമാണ്. അത്തരത്തിലുള്ള കുഞ്ഞു സിനിമകൾ ചിലപ്പം നമ്മളെ ഞെട്ടിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു സിനിമയാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ഫിലിമിൽ നിന്നും പ്രതീക്ഷിച്ചത്. തിയേറ്ററുകളിൽ വലിയ ഹിറ്റാകും, വലിയ ക്ലിക്കാകും എന്നുള്ള പ്രതീക്ഷ എനിക്ക് ആദ്യമേ ഇല്ലായിരുന്നു. പക്ഷേ OTTയിൽ വരുമ്പം എന്തായാലും കാണണം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ലിസ്റ്റിൽ വെച്ചിരുന്നൊരു ഫിലിമാണ് CI രാമചന്ദ്രൻ റിട്ടയർഡ് SI. അത് OTTയിൽ വന്നപ്പോൾ ഫിലിം കണ്ട് എനിക്ക് വളരെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. ഒരു പ്രോപ്പർ യൂഷ്വൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടെംപ്ലേറ്റ് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ഫിലിം തന്നെയാണ് ഈ ഒരു CI രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്നത്. ഒരു റിട്ടയർഡ് പോലീസ് സർവീസിൽ നിന്നും റിട്ടയർഡായിട്ട് സ്വന്തം കുടുംബകാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമേ ഒരു മടുപ്പ് വരും. ഇത്രയും വർഷം ഒരു ജോലി ചെയ്തിട്ട് അതിൽ നിന്നും മാറി വേറെ കാര്യങ്ങളിലേക്ക് അദ്ദേഹം ശ്രദ്ധിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്കുണ്ടാകുന്നൊരു മടുപ്പ്. അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ബൈജു ചെയ്ത ലാൽജി എന്ന് പറയുന്നൊരു അഡ്വക്കേറ്റ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ആ ഒരു ക്യാരക്ടർ പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നതും അതിലേക്ക് എത്തുന്ന ഒരു കേസ് അദ്ദേഹത്തിലേക്ക് എത്തുന്നതും അതിനുശേഷം അതിൻ്റെ ആ ഒരു കേസിൻ്റെ പുറകെ അദ്ദേഹം പോയി അതിലെ യഥാർത്ഥ കൾപ്രിറ്റിനെ കണ്ടുപിടിക്കുന്നതുമാണ് ഫിലിം പറയുന്നത് തന്നെ. ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്പൈൻ എഡ്ജ് ത്രില്ലർ എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ മനോഹരമായിട്ട് പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റിഗേറ്റീവ് പാത്തിൽ പോയിട്ട് ഒരു കൾപ്രിറ്റിനെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കൾപ്രിറ്റിനെ കണ്ടെത്തുന്നതും ഒക്കെയാണ് ഈ ഫിലിം പറയുന്നത്. നല്ല രീതിയിൽ ഫിലിം എടുത്തിട്ടുണ്ട്. ഈ ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് സനൂപ് സത്യനാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തന്നെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ തിരക്കഥ അദ്ദേഹം സനൂപ് സത്യനും അതുപോലെ അനീഷ് V ശിവദാസും ചേർന്നിട്ടാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷിജു മിസ്ബയും സനൂപ് സത്യനും ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കലാഭവൻ ഷാജോണിനെ കൂടാതെ ബൈജു സന്തോഷ്, അതുപോലെ സുധീർ കരമന, അനുമോൾ, അതുപോലെ ശങ്കർ രാമകൃഷ്ണൻ, പ്രേംകുമാർ, ശ്രീകാന്ത് മുരളി, അസീസ് നെടുമങ്ങാട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഫിലിമിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജോ ക്രിസ്റ്റോ സേവിയറാണ്. എഡിറ്റിംഗ് ബൈ ലിജോ പോൾ, മ്യൂസിക് ബൈ അനൂപ് ഈവർ. ഒരു അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവി തന്നെയാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. മനോരമ മാക്സിലാണെന്ന് തോന്നുന്നു ഫിലിം സ്ട്രീം ചെയ്യുന്നത്. നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം വരുന്ന കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ് ഇത്. അപ്പം സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെയും ബൈ.